അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുതമത്തിയായി ഹജ്ജും ഉംറയും നിർവഹിക്കുന്നവർ ഉംറയിൽ നിന്ന് വിരമിക്കുമ്പോൾ മുടി വെട്ടുകയാണോ വടിക്കുകയാണോ വേണ്ടത്? ഫമൻ അഹ്റമ ബിഅഹദിൻ നുസ്കൈൻ അൽ ഹജ്ജ് അവൽ ഉംറ ഫയജിബു അലൈഹി തഹല്ലുൽ ബിഹൽഖ് ശഅരി റഅസ് ഔ തഖ്സീരി ഇദാ മാ അറാദ തഹല്ലുൽ إلا أن الحلق أفضل لما رواه البخاري ومسلم عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال اللهم ارحم المحلقين قالوا والمقصرين يا رسول الله قال اللهم ارحم المحلقين قالوا والمقصرين يا رسول الله قال والمقصرين. ഹജ്ജിൽ നിന്നോ ഉംറയിൽ നിന്നോ ഇഹ്റാം കെട്ടിയവർ അതിൽ നിന്ന് വിരമിക്കുമ്പോൾ തലമുടി കളയേണ്ടതാണ്, അല്ലെങ്കിൽ തലമുടി വെട്ടേണ്ടതാണ്. തഹല്ലുലാകുമ്പോഴാണ്, ഇതിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് തലമുടി വെട്ടുകയോ കളയുകയോ ചെയ്യേണ്ടത്. എന്നാൽ പൂർണ്ണമായി വടിച്ചു കളയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇതിലേക്കുള്ള സൂചന കാണാം. ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ, മുടി പരിപൂർണമായി വടിച്ചു കളഞ്ഞവർക്ക് നീ കരുണ ചെയ്യണമേ. സ്വഹാബികൾ മുടി വെട്ടിയവർക്കും എന്ന് പ്രവാചകരോട് പറഞ്ഞപ്പോൾ വീണ്ടും മുടി കളഞ്ഞവർക്ക് തന്നെ, പൂർണമായ തോതിൽ വടിച്ചു കളഞ്ഞവർക്ക് തന്നെ കരുണ ചെയ്യണമേ എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഒടുവിൽ മുടി വെട്ടിയവർക്കും കരുണ ചെയ്യണമേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചതായി കാണാം. എന്നാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുടി പരിപൂർണമായി വടിച്ചു കളയുന്നതാണ് ശ്രേഷ്ഠകരമെന്ന് പണ്ഡിതന്മാരുടെ വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കാം. വല യകൂനു തഖ്സീർ അഫ്ളല മിനൽ ഹൽഖ് ഇല്ലാ ഫീ ഹഖ്ഖിൽ മുതമത്തി ബഅദ ഫറാഇ മിൻ ഉംറതി. എന്നാൽ ഹജ്ജും ഉംറയും മുതമത്തി ആയി ചെയ്യുന്നവർക്ക് മുടി വടിച്ചു കളയുന്നതിനേക്കാൾ വെട്ടുന്നതാണ്, ഉംറയിൽ നിന്ന് വിരമിക്കുമ്പോൾ വെട്ടുന്നതാണ് നല്ലതെന്ന് പണ്ഡിതാഭിപ്രായത്തിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. ഫഇന്നൽ മശ്റൂല അയഹില്ല മിൻഹാ ബിത്തഖ്സീരി ലിയജ്അലൽ ഹൽഖ് ഇൻദ തഹല്ലുൽ മിനൽ ഹജ്ജ്. ഇത്തരത്തിൽ തമത്തുആയി ഹജ്ജും ഉംറയും നിർവഹിക്കുമ്പോൾ ഉംറയിൽ നിന്ന് വിരമിക്കുന്ന സാഹചര്യത്തിൽ മുടി വെട്ടുകയാണ് വേണ്ടത്. കാരണം ഹജ്ജിൽ നിന്ന് വിരമിക്കുമ്പോൾ അതിനെ കളയാനുള്ള സൗകര്യത്തിനു വേണ്ടി എന്ന് മനസ്സിലാക്കാം.